2024 ജൂലൈ 30 പുരൾച്ച പൊട്ടിയ ഒറ്റ ഉരുളിൽ ജീവിതത്തിൻ്റെ പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത. പുന്നപ്പുഴയുടെ തീരത്ത് ഒരുമിച്ച് താമസിച്ചിരുന്നവരിൽ 298 മനുഷ്യർ ഇനി ഭൂമുഖത്ത് നമ്മളോടൊപ്പം ഇല്ല. ദുരന്തം നടക്കുന്നതിന് ഏതാണ്ട് 1.5 ആഴ്ച മുമ്പ് തന്നെ വയനാട്ടിൽ കാലവർഷം വളരെയധികം ശക്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് മാസം ചൂരൽമലക്കാർക്ക് പേടിയാണ്, വെള്ളരിമലക്കാരെ സംബന്ധിച്ചിടത്തോളം. മുമ്പ് പുത്തുമല ഉരുൾപൊട്ടൽ നടന്നതും ഓഗസ്റ്റ് മാസത്തിലാണ്. പൊതുവെ മഴ വരുമ്പോൾ പുഴയിൽ വെള്ളം കൂടാറുണ്ട്. പുഴയിലെ വെള്ളം കൂടുന്നതനുസരിച്ച് സമീപത്തുള്ള ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കാറുണ്ട്, ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്രകാരം തന്നെ ഉരുൾപൊട്ടലിൻ്റെ തലേ ദിവസവും നമ്മൾ കുറച്ച് ആൾക്കാരെ മാറ്റിപ്പാർപ്പിച്ചു സ്കൂളിലേക്ക്. അങ്ങനെ വൈത്തിരി താലൂക്കിലും വിവിധ വില്ലേജുകളിലായിട്ട് ഏതാണ്ട് 10ഓളം ക്യാമ്പുകളാണ് നമ്മളന്ന് ഓപ്പൺ ചെയ്തത്. ചൂരൽമലയുടെ മുകൾ ഭാഗമായ പുഞ്ചിരിമട്ടം ഭാഗത്തെ ഏകദേശം 15ഓളം ആൾക്കാരെ മഴയെ തുടർന്ന് ഞങ്ങൾ വെള്ളാർമല സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം ഏർപ്പാട് ചെയ്തു. ഏതാണ്ട് 1:19 സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ മേപ്പാടിയിൽ നിന്ന് ഒരു ശബ്ദ സന്ദേശം എത്തുന്നു. ഈ സന്ദേശത്തിൽ ഇവിടെ അതിഭയങ്കരമായ ഉരുൾപൊട്ടുന്നു, ജനങ്ങൾ പലരും ഒഴുകിപ്പോകുന്നു, അടിയന്തരമായി ഇടപെടണം എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഈ വിവരം 1:32 വേരിഫൈ ചെയ്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ചീഫ് സെക്രട്ടറിയെയും റവന്യൂ മിനിസ്റ്ററിനെയും സ്റ്റേറ്റ് പോലീസ് ചീഫിനെയും ഒക്കെ നമ്മൾ ഒരേ സമയം തന്നെ അറിയിക്കുകയുണ്ടായി. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അംഗങ്ങളെയും മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിലും നമ്മൾ ഈ വിവരം അതേസമയം തന്നെ അറിയിക്കുകയുണ്ടായി. ആ സമയം മുതൽ അടിയന്തര ഘട്ടത്തിലേക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കാര്യാലയം പ്രവേശിക്കുകയും പെട്ടെന്ന് തന്നെ അലർട്ടായി. ഞങ്ങൾ സോഷ്യൽ മീഡിയ ടീം ആയതുകൊണ്ട് എല്ലാവർക്കും ഇതിൻ്റെ അറിയിപ്പുകൾ കൊടുക്കണം. ജില്ലാ കളക്ടർ 8 ഹാൻഡിലുകളിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുണ്ട്. അതിലെല്ലാം തന്നെ ഞങ്ങൾക്ക് ഈ രക്ഷാപ്രവർത്തനത്തിനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ, അതിൻ്റെ നമ്പറുകൾ എല്ലാം ഞങ്ങൾ ഷെയർ ചെയ്തു. വഴി തന്നെ വളരെ ദുർഘടമായ രീതിയിലായിരുന്നു. കാരണം എല്ലാവിടെയും മഴ വെള്ളവും കയറി ചളിയും മണ്ണും പാറയൊക്കെ ഇടിഞ്ഞ് കിടക്കുന്നൊരു സ്ഥിതിവിശേഷം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന ഫയർഫോഴ്സിൻ്റെ വണ്ടി മരങ്ങൾ മുറിച്ചു മാറ്റി ആ വഴി തെളിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ എത്തുന്ന. ആ സമയത്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 2 മണിക്കൂർ മുമ്പ് കണ്ട സ്ഥലമേ അല്ല ചൂരൽമല. കൂരാക്കൂരിരുട്ട്, ഒരു പ്രദേശത്തും കറണ്ടില്ല, അതിശക്തമായ മഴയും. ഉരുൾപൊട്ടി ഒരു ഭാഗത്തുനിന്ന് കടകളും ആരാധനാലയങ്ങളുടെ ഭാഗവുമൊക്കെ ഒലിച്ചു പോയതായിട്ട് മുഖ്യ ആൾക്കാർ അറിയിക്കുകയാണ്. ചൂരൽമല പ്രദേശത്തുള്ള കാരുണ്യ എന്ന് പറയുന്ന ഒരു റെസ്ക്യൂ ടീം അവിടെയുണ്ട്. നമ്മളവിടെ ആദ്യം എത്തിച്ചേർന്ന സമയത്ത് തന്നെ ആ കൂട്ടായ്മ അവിടെ അവരുടേതായ രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങൾ, ഹിറ്റാച്ചി JCB ഒക്കെ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുകയും ആൾക്കാരെ റെസ്ക്യൂ ചെയ്യുകയും ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നു. വളരെ ശക്തമായ ഒരു കൂട്ടായ്മയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കുറച്ച് സമയം കഴിഞ്ഞ ഉടൻ തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ മേഘശ്രീ മാഡവും ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന പത്മകുമാർ സാർ അവിടെ എത്തുകയും ആ സമയത്താണ് വീണ്ടും ഒരു അറിയിപ്പ് വരുന്നു, മുകൾ ഭാഗത്ത് എവിടെയോ വീണ്ടും ഉരുൾപൊട്ടിയിട്ടുണ്ട്, എല്ലാവരും ഓടി രക്ഷപ്പെടുക. ആർക്കും ആരെയും പരസ്പരം കാണാനോ രക്ഷിക്കാനോ പറ്റാത്ത ഒരവസ്ഥ. ആ ഭീകരാവസ്ഥയിൽ ആൾക്കാരെല്ലാം മൊബൈലിൻ്റെ വെട്ടത്തിൽ ലൈറ്റ് വെട്ടം അടിച്ച് ഓടുകയാണ്. കുറച്ച് മുകളിലായിട്ട് ഒരു ഉയർന്ന സ്ഥലത്ത് വന്ന് നിൽക്കുകയും ചെയ്തു. ഏതാണ്ട് 3 മണിയോടുകൂടി തന്നെ നമ്മൾക്ക് കേന്ദ്ര സേനകളെ ആകമാനം ഈ പ്രദേശത്തേക്ക് എത്തിക്കുവാൻ വേണ്ടുന്ന നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയും അതിനുള്ള അനുമതി അതിരാവിലെ തന്നെ ടെലിഫോണിക്കലി നമ്മൾക്ക് തന്നിരുന്നു. അപ്പോൾ NDRFൻ്റെ ഒരു സംഘം വയനാട്ടിൽ അവിടെ ഉണ്ടായിരുന്നു. മറ്റ് സംഘങ്ങളെ മറ്റ് ജില്ലകളിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് അയച്ചു. കണ്ണൂരുള്ള ഡിഫൻസ് സർവീസ് കോർപ്സിൻ്റെ ടീമുകളെ അങ്ങോട്ട് വിട്ടു. തിരുവനന്തപുരത്ത് നിന്ന് ഇന്ത്യൻ ആർമിയുടെ സംഘാംഗങ്ങൾ അങ്ങോട്ട് പുറപ്പെട്ടു. ആവശ്യമായ ഹെലികോപ്റ്ററുകളുടെ സേവനം ഇന്ത്യൻ എയർഫോഴ്സ് അർദ്ധരാത്രി തന്നെ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. എന്ത് ചെയ്യണം എന്നുള്ളത് ആദ്യം ഒന്ന് പകച്ചു നിന്നെങ്കിൽ എല്ലാവരും കൂടി രക്ഷാപ്രവർത്തനത്തിൻ്റെ കേരളത്തിൻ്റെതായ നല്ലൊരു മുഖമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഫീൽഡിൽ ഈ പ്രവർത്തനങ്ങളെ ആകമാനം ഇൻസിഡൻറ്റ് റെസ്പോൺസ് സിസ്റ്റത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ആ സമയം കൊണ്ട് തന്നെ നേതൃത്വം നൽകിയിരുന്നു. തുടർന്ന് മറ്റുദ്യോഗസ്ഥരുടെ സേവനവും ജില്ലയ്ക്ക് ലഭ്യമാക്കുക.
ഈ പ്രവർത്തനങ്ങളെല്ലാം കൂടി ഏകോപിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു കൺട്രോൾ റൂം ഉണ്ടാക്കുക. അവിടെ തന്നെ തൊട്ട് മുകളിൽ ഏതാണ്ട് നമ്മുടെ ചൂരൽമല ടൗണിൽ നിന്നും ഏതാണ്ട് ഒരു 500 മീറ്ററോളം മുകളിലായിട്ട് ഒഴിഞ്ഞു കിടന്നിരുന്ന 2 കടകൾ നമ്മൾ കൺട്രോൾ റൂമായിട്ട് മാറ്റിയാണ്. വെളുപ്പിനെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ അദ്ദേഹം ഇവിടെ സന്നിഹിതനായി. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും നേതൃത്വവും അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അദ്ദേഹം ആ പ്രദേശത്തെ വാർഡ് മെമ്പറായ ശ്രീ സുകുമാരനെയും ശ്രീ നസീറിനെയും നേരിട്ട് ഇവിടെ നിന്ന് ബന്ധപ്പെടുകയും വളരെ വിശദമായി അവർ നമ്മൾക്ക് ശബ്ദ സന്ദേശങ്ങളിലൂടെ എന്താണ് അവിടെ നടന്നത്, എത്ര ആളുകൾ എവിടെയൊക്കെയാണ് പെട്ടുകിടക്കുന്നത്, എന്തൊക്കെ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ പ്രതികരണ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താം എന്നുള്ളതൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കുകയുണ്ടായി. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കാര്യാലയത്തിലെത്തി ഈ പ്രതികരണങ്ങളുടെ മേൽനോട്ടം ഏറ്റെടുക്കുകയുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ 4 പേര്, റവന്യൂ മന്ത്രി അടക്കം, അതുപോലെ റിയാസ് മിനിസ്റ്റർ അടക്കം, ശശീന്ദ്രൻ മിനിസ്റ്റർ അടക്കം മിനിസ്റ്റർമാരുടെ ഒരു ഏകോപനത്തോട് കൂടിയിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനങ്ങളാണ് അന്ന് അവിടെ കണ്ടത്. പുലർച്ചെ തന്നെ നമ്മൾ റെസ്ക്യൂവിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞത് അവൈലബിളായ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇവിടെ കുടുങ്ങിയ ആളുകളെല്ലാം നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വരുന്ന ഒരാഴ്ചയോളം നമ്മളിവിടെ സീവിയറായിട്ടുള്ള തെരച്ചിൽ പട്ടാളത്തിൻ്റെയും NDRF, അതുപോലെ ഫയർഫോഴ്സ് സംഘങ്ങൾ, ആപ്തമിത്ര സംഘങ്ങൾ, വോളണ്ടിയേഴ്സ് എന്നിവരുടെ നേതൃത്വത്തിൽ ഈ പ്രദേശമാകെ നമ്മൾ തെരഞ്ഞു. തെക്കേ ഇന്ത്യയിൽ ലഭ്യമല്ലാതിരുന്ന നീളത്തിലുള്ള ബെയ്ലി ബ്രിഡ്ജ്, 106 മീറ്റർ നീളമുള്ള ബെയ്ലി ബ്രിഡ്ജ് നമ്മൾ വടക്കേ ഇന്ത്യയിൽ നിന്ന് ഇവിടെ എത്തിക്കേണ്ടിയിരുന്നു. ആർമിയുടെ എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സിൻ്റെ വലിയ ഒരു സംഘം ആ മേഖലയിൽ പ്രവർത്തിച്ചു. നമ്മളുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഈ ബെയ്ലി ബ്രിഡ്ജ് സ്ഥാപിക്കുന്നതിന് മുൻപ് ആദ്യത്തെ ലൈഫ് ലൈൻ അപ്പുറത്തെ കരയിലേക്ക് ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്ക് കിടക്കുവാനുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായും ഒരുക്കിയത് കേരളത്തിൻ്റെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്. അവരുടെ സന്നദ്ധ പ്രവർത്തകരായ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും മേപ്പാടിയിലെ തന്നെ ആപദാമിത്ര വോളണ്ടിയർമാരുമാണ് ഇതിനെല്ലാം നേതൃത്വം നൽകിയത്. പ്രദേശവാസികൾ വലിയ അളവിൽ, വയനാട്ടിലെയും മലപ്പുറത്തെയും കണ്ണൂരെയും പ്രദേശവാസികൾ ഏതാണ്ട് 5000-ഓളം പേര് ആ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിട്ടാണ് പ്രതികരണ പ്രവർത്തനം. എല്ലാവരുടെ സഹായത്തോടുള്ള മാക്സിമം രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. ഇവിടെ എല്ലാം ഫലമായി 300-ലധികം ആളുകളെ ദുരന്ത ഘട്ടത്തിൽ നിന്ന്, അവർ ദുരന്ത പ്രതികരണം താമസിച്ചു പോയിരുന്നെങ്കിൽ ജീവൻ പോലും നഷ്ടപ്പെടുന്ന വലിയ അളവിലുള്ള പരിക്കുകൾ നേരിടുമായിരുന്ന 100ഓളം ആളുകളെ ഈ ചെളിയിൽ നിന്നും ഇത്തരം ദുരന്തപൂർണമായ സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ സാധിച്ചു. ഇതൊരു വലിയ കൂട്ടായ പ്രവർത്തനമാണ്. ഈ ദുരന്തത്തിൽ ഉൾപ്പെട്ട് 298 പേര് മരണപ്പെട്ടുവെങ്കിൽ അതിൽ 167 പേരെ മാത്രമാണ് ബന്ധുക്കൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും DNA പരിശോധനയിലൂടെയാണ്, ബന്ധുക്കളുടെ DNA സാമ്പിളുകൾ, രക്തസാമ്പിളുകൾ കളക്ട് ചെയ്ത് DNA പരിശോധന നടത്തി മൃതദേഹത്തിൻ്റെ അല്ലെങ്കിൽ മൃതദേഹ ഭാഗങ്ങളുടെ DNA ആയിട്ട് കമ്പയർ ചെയ്ത് DNA പരിശോധനയിലൂടെയാണ് മറ്റുള്ള ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. 101 പേരെ ഇത്തരത്തിൽ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു. വീണ്ടും 32 പേരെ ഈ DNA പരിശോധനയിലൂടെയും തിരിച്ചറിയാൻ കഴിയാതെ ഉണ്ടായി. ഈ 32 പേരെയും സർക്കാർ പ്രത്യേക ഉത്തരവ് നൽകി മരണപ്പെട്ടവരായി കണക്കാക്കി അവരുടെ മരണ സർട്ടിഫിക്കറ്റ് നൽകി, അവരെ മരണപ്പെട്ടവരായി അംഗീകരിക്കുകയും മരണ സർട്ടിഫിക്കറ്റ് നൽകുകയും അവരെ മറ്റ് മരണപ്പെട്ടവർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് നൽകുകയുമാണ് ഉണ്ടായത്. അങ്ങനെ 298 പേരാണ് ഈ വയനാട് ദുരന്തത്തിൽ പെട്ട് മരണമടഞ്ഞത്. വില്ലേജ് ഓഫീസിൻ്റെ റൂഫിന് മുകളിൽ വെള്ളം കയറിയ അവസ്ഥയായിരുന്നു. ആ പരിസരത്തേക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥ. കവിഞ്ഞൊഴുകിയ പുഴയ്ക്കപ്പുറം വില്ലേജ് ഓഫീസിലേക്ക് എത്തപ്പെടാൻ പറ്റാത്ത അവസ്ഥ. വില്ലേജ് ഓഫീസറുടെ കൈവശം സൂക്ഷിച്ചിരുന്ന ഒരു ലാപ്ടോപ്പ് ഒഴികെ ബാക്കി വില്ലേജ് ഓഫീസിലുണ്ടായിരുന്ന എല്ലാ രേഖകളും ഈ പ്രളയത്തിൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. 700ഓളം വരുന്ന റവന്യൂ ജീവനക്കാരും അല്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും കൂടി ഒരു 2500 പേരാണ് ഏതാണ്ട് 2-3 മാസക്കാലം പൂർണ്ണമായും പ്രളയ ദുരന്ത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നത്. അപ്പം അതിൽ എനിക്ക് പ്രത്യേകിച്ച് ഉണ്ടായിരുന്ന ചുമതല എന്ന് പറയുന്നത് കൊളകപ്പാറയിലുള്ള മെറ്റീരിയൽ കളക്ഷൻ സെൻറ്ററിൻ്റെ ചുമതലയുമായി ബന്ധപ്പെട്ടാണ് ഇതിനോട് പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞത്. ഇപ്പോൾ രാവിലെ 5:30-ക്കും 6 മണിക്കും വരുന്ന ലോഡ് തുടങ്ങുന്ന മുതൽ രാത്രി 12:30, 1 മണി, 2 മണി വരെയൊക്കെയാണ് തുടർച്ചയായിട്ട് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ മാത്രം നമുക്ക്
150-ലധികം റവന്യൂ ജീവനക്കാരും അതോടൊപ്പം തന്നെ 2 തഹസിൽദാർമാരും ഒക്കെ, അതോടൊപ്പം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാരും വോളണ്ടിയേഴ്സും അടക്കം ധാരാളം ആളുകളാണ് കൈയും മെയ്യും മറന്ന് സമയം നോക്കാതെ റൗണ്ട് ദ ക്ലോക്ക് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പരിപൂർണ സമ്മതത്തോടു കൂടി ഞാൻ ചെയ്യാം സാർ, എനിക്ക് കുഴപ്പമില്ല സാർ, ഞാൻ നിന്നോളാം സാർ എന്ന് വനിതാ ജീവനക്കാർ ഉൾപ്പെടെ ജോലികൾ സ്വയം ഏറ്റെടുത്ത് പൂർത്തീകരിക്കുകയാണ് ആ സമയത്തുണ്ടായത്.